നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. അപസ്മാരം സ്ത്രീകളിൽ അറിയേണ്ടതെല്ലാം എന്ന വിഷയമാണ് ഇന്ന് ഡോക്ടർ ക്യൂ പരിശോധിക്കുന്നത്. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ എപ്പിലെപ്റ്റോളജിസ്റ്റും എപ്പിലെപ്സി കെയർ സെന്റർ HODയുമായ ഡോക്ടർ ആശാലത രാധാകൃഷ്ണനാണ് നമ്മളോടൊപ്പം ഉള്ളത്. പ്രേക്ഷകർക്ക് സംശയങ്ങൾ ചോദിക്കാൻ വിളിക്കാം. നമസ്കാരം ഡോക്ടർ. സ്ത്രീകളിലെ അപസ്മാരം ഇപ്പൊ കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ഒരു ഡോക്ടറിന്റെ മരണത്തോടെ അത് കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു. എന്താണ് സ്ത്രീകളിൽ അപസ്മാരം ഉണ്ടാകാൻ കാരണങ്ങൾ? എത്രത്തോളം പേടിക്കേണ്ടതുണ്ട്? സ്ത്രീകളിൽ അപസ്മാരം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. അങ്ങനെ ഒരു നമുക്കൊരു ലിംഗഭേദം വെച്ചിട്ട് സ്ത്രീകളിലുണ്ടാവുന്ന അപസ്മാരം അല്ലെങ്കിൽ പുരുഷന്മാരിലുണ്ടാവുന്ന അപസ്മാരം എന്ന് തരംതിരിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും ചില അപസ്മാരങ്ങൾ ചില സമയത്ത് സ്ത്രീകളിൽ പ്രധാനമായിട്ട് കാണാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗർഭാവസ്ഥ സമയത്തുണ്ടാവുന്ന ഒരു അപസ്മാരം ഉണ്ടാവാം. അതുപോലെ തന്നെ ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ, അതായത് ആർത്തവം തുടങ്ങുന്ന സമയത്ത്, അതായത് നമ്മുടെ പീരിയഡ്സോ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് തുടങ്ങുന്ന സമയത്ത് ചിലപ്പം കൂടുതലായിട്ട് കാണുന്നതൊക്കെ ഉണ്ട്. കാരണങ്ങൾ വളരെ ബ്രോഡായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരിൽ കാണുന്ന പോലെ തന്നെയുള്ള കാരണങ്ങളാണ്. അതായത് കുട്ടിക്കാലം തൊട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട്, അതായത് യൗവനത്തിലാണെങ്കിലും പിന്നീട് അത് കഴിഞ്ഞിട്ട് പ്രായാധിക്യം വരുമ്പോഴാണെങ്കിലും കാണുന്ന പല കാരണങ്ങളുണ്ട്. അത് തലച്ചോറിൻ്റെ ഉള്ളിൽ കോശങ്ങൾക്കുള്ള ഒരു ചെറിയ ചലനത്തിലുണ്ടാകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു അവസ്ഥാന്തര വിശേഷം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണൊരു സാധാരണക്കാരന് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നത്. പിന്നെ ജനങ്ങളെപ്പോഴും ചോദിക്കാറുണ്ട്, എനിക്ക് തലയടിച്ചൊന്ന് വീണു, എനിക്ക് അപസ്മാരം വരാമോ? തലയുടെ ഉള്ളിൽ എനിക്കൊരു ക്യാൻസർ വരാമോ? സ്ട്രോക്ക് വന്നാൽ വരാമോ? അങ്ങനെയൊക്കെ ഉള്ളത് വരാം. പക്ഷേ അവിടെ അപസ്മാരമല്ല മുമ്പിൽ നിൽക്കുന്നത്, അവിടെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്ക് വരുന്ന അപസ്മാരങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഏത് അവസ്ഥയിലും വരാവുന്ന ഒന്ന് തന്നെയാണ് അപസ്മാരം. അതുകൊണ്ട് സ്ത്രീകളിലും അതുപോലെ തന്നെ പുരുഷന്മാരിൽ കാണുന്ന പോലെ തന്നെയുള്ള അപസ്മാരങ്ങളാണ് സാധാരണയായിട്ടും കാണുന്നത്. ശരി. സ്ത്രീകളിലേത് അപകടത്തിലേക്ക് പോകുന്നത്, പ്രത്യേകിച്ച് ഇപ്പം മരണം വരെ സംഭവിക്കാവുന്ന ഒരവസ്ഥ, അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് പോവാറുണ്ടോ സാധാരണ? ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? ഒരു 80%, അതായത് 100 പേർക്ക് അപസ്മാരം ഉള്ള ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ ഒരു 80% ആൾക്കാർക്കും ശരിയായ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും എന്ത് തരം അപസ്മാരമാണ്. ഏകദേശം ഒരു 50-60 തരം അപസ്മാരങ്ങളുണ്ട്. അതിലേതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മിക്കവാറും പേരിൽ പിന്നീട് ഉണ്ടാവാത്തൊരവസ്ഥയാണ് പിന്നെ ഈ അടുത്തൊരു 10-20 വർഷക്കാലമായിട്ടുള്ളത്. ഇനിയിപ്പോൾ പറഞ്ഞ ഈ മരണത്തിലേക്കൊക്കെ പോകുന്നു എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ തലച്ചോറിനകത്തൊരു ഇൻഫെക്ഷൻ വരുന്നു, നമ്മളിപ്പോൾ ഒരു മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന അസുഖങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് തലച്ചോറിൻ്റെ പ്രവർത്തനം വേറെ ഒരു രീതിയിൽ പോവുകയും തുടരെ അപസ്മാരം വന്നിട്ട് ശ്വാസം കിട്ടാതെ വരികയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അതൊരു വേറൊരു രീതിയിലേക്ക് അത് പരിണാമപ്പെടുന്നത്. അപ്പോൾ അവർക്ക് പോലും നമ്മൾ വേണ്ടത്ര രീതിയിലുള്ള ഈ IC യൂണിറ്റ് എന്നൊക്കെ പറയും, തീവ്ര പരിചരണ വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്ത് അവർക്ക് വേണ്ട വിധത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ മരണമൊന്നും സംഭവിക്കേണ്ട കാര്യങ്ങൾ സാധാരണയില്ല. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇതുള്ള ഒരു വ്യക്തിക്ക്, അതായത് ഒരു സ്ത്രീക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാരണവശാൽ അവർക്ക് തന്നെ തോന്നുകയാണ് നാളെ തൊട്ട് മരുന്ന് കഴിക്കേണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രേരണ പ്രകാരം അവർ മരുന്നുകൾ നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് മാറുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ തോത് ബ്ലഡിൽ കുറയും. പിന്നീട് വരുന്ന സീഷർ, അതായത് അതിന് വിഡ്രോയൽ സീഷർ എന്ന് പറയും, അത് നമുക്ക് ചിലപ്പോൾ പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് മാറുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെ വളരെ വിരളമായ അവസ്ഥകളിൽ മാത്രമേ ഉള്ളൂ അതിനൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ വന്ന് അതൊരു അത്യാസന്ന നിലയിലേക്ക് പോകുന്നത്. അല്ലാതെ അപസ്മാരം അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ വരുന്ന ഒരു 1-2 മിനിറ്റ് വന്നിട്ട് മാറിപ്പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇതൊരു അസുഖമാണോ എന്നതിനപ്പുറത്തേക്ക് മറ്റ് അസുഖങ്ങളുള്ള ആളുകളിൽ അപസ്മാരം വരുമ്പോഴുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? അപസ്മാരം ഉള്ള ആളുകൾക്ക് മറ്റ് അസുഖങ്ങൾ വരാനുള്ള സാധ്യത അത് കൂടുന്നുണ്ടോ?
ഇന്നിപ്പോൾ നമ്മൾ സ്ത്രീകളെ പറ്റി പറയുന്നുണ്ട്, സ്ത്രീകളെ മാത്രം ഊന്നി ഞാൻ സംസാരിക്കാം. വേറെ ഏതെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അപസ്മാരം ഉണ്ടാകാമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. വേറെ ഒരു ആരോഗ്യവതിയായ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തലച്ചോറിനുള്ളിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ, അതായത് അപസ്മാരമല്ലാത്ത ഒരു പ്രശ്നം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ വളർച്ചയോ അല്ലെങ്കിൽ അവർ ഒരു വളരെ മേജറായിട്ടുള്ള ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിൽ പെടുകയോ അങ്ങനെയൊക്കെ ഒരു ക്ഷതങ്ങൾ തലച്ചോറിലെ കോശങ്ങൾക്ക് വന്നാൽ മാത്രമേ അത് വരാറുള്ളൂ. ചിലരും അത് ചോദിക്കാറുണ്ട്, എനിക്ക് BP-യുടെ അസുഖമുണ്ട് അതുകൊണ്ട് എനിക്ക് അപസ്മാരം വരാവുമെന്ന്. അതൊന്നും സാധാരണയായിട്ട് കാണുന്ന ഒരു കാര്യമല്ല. BP വളരെ കൂടിയ സമയത്ത് പോലും 1-2 തവണ വേണമെങ്കിൽ അപസ്മാരം വരാം. പക്ഷെ അവിടെ അപസ്മാരത്തിനെ അല്ല നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ കാരണത്തിനെയാണ്. രണ്ടാമത്തെ ചോദ്യം ഇതിൻ്റെ നേരെ തിരിച്ചുള്ള ചോദ്യമാണ്. അപസ്മാരം വരുന്നത് കൊണ്ട് തലച്ചോറിൽ വേറെ എന്തെങ്കിലും അസുഖം വരാമോ എന്നുള്ളത്. ഒരിക്കലും ഇല്ല. അപസ്മാരമുള്ള രോഗിക്ക് അത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ പെട്ടെന്ന് ചെയ്യണം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ കൈകാലുകളിട്ട് അടിക്കുക, വായിൽ നിന്ന് ഒരേ പതയം വരിക, താഴത്തേക്ക് വീഴുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ മാത്രമേ ഉള്ളൂ. അതും മൊത്തം അപസ്മാരങ്ങളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 10% താഴെ അങ്ങനെ വരാറുള്ളൂ. അപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ റോഡിലൂടെ പോവുകയാണ്, ഒരാൾക്ക് ഇതുപോലെ വരുന്നു. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രോഗിക്കാകെ അല്ലെങ്കിൽ ആ വ്യക്തിക്കാകെ വരാൻ പോകുന്ന ഒരു 2 മിനിറ്റ് നേരം ഇങ്ങനത്തെ കുറച്ച് ചേഷ്ടകൾ കാണിക്കുന്നു. അത് കഴിഞ്ഞ് ശരീരം തന്നെ അതിൻ്റെ ഒരു അയഞ്ഞ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. തന്നെത്താൻ അതിനകത്ത് രോഗി പുറത്തേക്ക് വരിക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെയ്യേണ്ടത്, നമ്മൾ ചുറ്റും കൂടി നിന്നവർക്ക് ഒരു വായു അല്ലെങ്കിൽ നല്ല ഒരു അന്തരീക്ഷം എയർ കയറുന്നത്, അതായത് വായു കയറുന്ന ഒരു അന്തരീക്ഷം കൊടുക്കാതിരിക്കുക, അത് ചെയ്യാൻ പാടില്ല. പിന്നെ വളരെ ടൈറ്റായിട്ടുള്ള ഇപ്പോൾ ടൈ പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നടക്കുന്ന ആളാണെങ്കിൽ അതൊന്ന് ലൂസാക്കി കൊടുക്കുക, ഒരു സൈഡിലേക്ക് ചരിച്ച് കിടത്തുക, ഇത്രയൊക്കെ മാത്രം ചെയ്താൽ മതി. അതായത് രോഗിക്ക് ആ സമയത്ത് അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് മുമ്പേ ചോദിച്ചത്. നാക്ക് കടിക്കരുതെന്ന് പറഞ്ഞിട്ട് കയ്യിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ കൂർത്ത വസ്തുക്കളായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം, അത് വായിലേക്ക് കുത്തിക്കയറ്റുക. രോഗി അത് കടിച്ചൊടിച്ചിട്ട് തൊണ്ടയിലേക്ക് വിഴുങ്ങിയാൽ അപ്പം തന്നെ എന്തെങ്കിലും പ്രോബ്ലം വരാം. ഈ ഇരുമ്പ് താക്കോല്, പിന്നെ ചിലർ ചെരുപ്പ് മണപ്പിക്കുക, ഇത് ഉത്തരേന്ത്യയിൽ കാണുന്നതാണ്. ഇതിനൊന്നും യാതൊരു റോളും ഈ അപസ്മാരത്തിൻ്റെ ഇതിലില്ല. അപ്പം ഇതൊരു ചെറിയ ശതമാനം ആൾക്കാർക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞ വലിയ അപസ്മാരം എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർ കൂടുതൽ വരുന്നത് ഇങ്ങനെ മിഴിച്ചു നോക്കി നിൽക്കുക, കുറച്ചു നേരം ചവയ്ക്കുന്നത് പോലെ കാണിക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് അവർ കാണുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തത തോന്നുന്നുണ്ടെങ്കിൽ അതിനകത്ത് കൂടുതലായിട്ടൊന്നുമേ ചെയ്യേണ്ട കാര്യമില്ല, അവർ അതിനകത്ത് നിന്ന് പുറത്തേക്ക് വന്നോളൂ. ഓക്കെ, ഇത് മെന്റൽ ഹെൽത്തിന്റെ ഭാഗമായിട്ട് ഇപ്പം ഗുരുതര രോഗങ്ങളുടെ ഒക്കെ ലക്ഷണമായിട്ടാണോ കൂടുതലായിട്ടും വരുന്നത്? സ്ത്രീകളെ സംബന്ധിച്ച് മെന്റൽ ഹെൽത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകാറുണ്ടോ? ഇല്ല, മാനസികമായിട്ടുള്ള രോഗം എന്ന് പറയുന്നത് അപസ്മാരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മാനസിക രോഗം പോലെ ചിലപ്പോൾ നമുക്ക് അപസ്മാരം കണ്ടാൽ തോന്നാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ മാനസികമായിട്ടുള്ള രോഗങ്ങളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ പറയുമ്പോൾ ഇപ്പം അപസ്മാരം അഭിനയിച്ച് കാണിക്കാമോ എന്ന് ചോദിച്ചാൽ കാണിക്കാം. ഹിസ്റ്റീരിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിനായിട്ട്, അത് ഇപ്പോൾ ഈ ഡിജിറ്റൽ മീഡിയ ഒക്കെ ഒത്തിരി വന്ന സ്ഥിതിക്ക് ആൾക്കാർക്കിത് യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ അല്ലാതെയോ സിനിമകളിൽ കൂടിയൊക്കെ കണ്ടിട്ട് അവരത് അഭിനയിച്ച് കാണിക്കാറുണ്ട്. അത് പക്ഷേ ഒരു മാനസിക രോഗം എന്ന് പറയാനില്ല, എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്ന് പറയാനേ ഉള്ളൂ. അല്ലാതെ മാനസിക രോഗവുമായിട്ട്, അതായത് സൈക്യാട്രി പ്രശ്നങ്ങളുമായിട്ട് അപസ്മാരത്തിന് യാതൊരു ബന്ധവുമില്ല. ശരി, ഇതിൽ പൂർണ്ണമായിട്ടും നമ്മൾ മരുന്നുകൾ കൊണ്ടാണോ ഇത് ട്രീറ്റ് ചെയ്യുന്നത്? ഇതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുകയാണ്, ഇപ്പൊ എപ്പിലെപ്സി സർജറി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടോ? കൂടുതൽ സ്ത്രീകളിലും, വലിയൊരു ശതമാനം സ്ത്രീകളിലും മെഡിസിനിൽ മാത്രം നിൽക്കുന്നതാണോ കാര്യങ്ങൾ? രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഉള്ളത്. ഒന്ന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, അതായത് മരുന്നുകൾ കൊണ്ടുള്ളത്. രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ തന്നെ ഓപ്പറേഷൻ കൊണ്ടുള്ളത്. അപ്പോൾ ഒരു നല്ല ശതമാനം, അതായത് ഒരു 60-70% ആൾക്കാർക്കും കറക്റ്റായിട്ടുള്ള ഒരു തീരുമാനത്തിന്, അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് ഏത് തരത്തിലുള്ള അപസ്മാരമാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ ഓരോ അപസ്മാരത്തിനും ഓരോ തരം മെഡിസിനുകളുണ്ട്, അതായത് മരുന്നുകളുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു നല്ല ശതമാനം, 60-70% ആൾക്കാർക്ക് ഇത് പൂർണ്ണമായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ പറയാം,
ഇതൊരു ജനറൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഒരു വളരെ ബുദ്ധിമാന്ദ്യമുള്ള ഒരു കുട്ടിയോ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ വളർച്ച കുറവുള്ള കുട്ടിയോ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക്, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ചിലപ്പോൾ നമുക്ക് അത്രയും മുഴുവനായിട്ടൊരു കൺട്രോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു പുതിയ മരുന്നുകൾ ഉള്ളതുകൊണ്ട് നല്ല വ്യത്യാസം വരാറുണ്ട്. ഇനി അടുത്ത ഗ്രൂപ്പാണ് ഈ മരുന്നുകൾ എത്ര കഴിച്ചാലും അസുഖം മാറാത്ത ഒരു ഗ്രൂപ്പ് രോഗികളോ അല്ലെങ്കിൽ അസുഖം ഉള്ളവരോ ഉണ്ട്. അവർക്ക് നമ്മൾ ചെയ്യുന്ന ഒരു പുതിയ ചികിത്സാ രീതിയാണ്. പുതിയതെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഏകദേശം ഒരു 2-3 പിന്നെ എന്താ പറയുക, അല്ലെങ്കിൽ 20-30 വർഷമായിട്ട് മാത്രം പതിയെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. അവിടെ നമ്മളൊരു ഒരു ഫോക്കസ് കണ്ടുപിടിച്ച ശേഷം അവിടെ ആ ഒരു 1-2 സെൻറ്റിമീറ്റർ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അത് മാറ്റിക്കൊടുക്കുകയെന്ന് വെച്ചാൽ അത് ഓപ്പറേഷൻ ചെയ്ത് അവിടെ മാറ്റിയ ശേഷം മാത്രമേ ചിലപ്പോൾ അവർക്ക് കൺട്രോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ചികിത്സാ രീതി ശരിയായ സമയത്ത് തുടങ്ങുകയാണെങ്കിൽ നല്ലവണ്ണം ചികിത്സിച്ച് മാറ്റാവുന്ന ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞ ഒരു അസുഖം എന്ന് പറയുന്നത്. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. സുജാതയാണ് മലപ്പുറത്ത് നിന്ന്. സുജാത, ഡോക്ടറോട് ചോദിച്ചോളൂ സംശയം. ഹലോ സാർ. പറയൂ സുജാത. കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, പിന്നെ ഞാന് മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. പിന്നെ എന്റെ മോക്ക് ഇത് പ്രസവിച്ച ഉടനെ ഇങ്ങനെ അസ്മാരം പോലെ വന്നിരുന്നു. പ്രസവിച്ച ഉടനെ 4 ദിവസം കഴിഞ്ഞപ്പം തലവേദന വന്നിട്ട് പിന്നെ തലവേദനയായിട്ട് വന്നു. എന്നിട്ട് പിന്നെ അത് അസ്മാരമായിട്ട് മാറി. അങ്ങനെ വലിയ പ്രശ്നമായിട്ടുണ്ടായിരുന്നു. ഇനി അത് വരുമോ? സുജാത, അന്ന് വന്നു കഴിഞ്ഞേ പിന്നെ ഒരിക്കലും അസുഖം വന്നിട്ടില്ലേ? പിന്നെ ഇപ്പോഴും ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡോക്ടർ പെരിന്തൽമണ്ണയുള്ള ഒരു ഡോക്ടറാണ്. അവര് മരുന്ന് കുറച്ച് കൊണ്ടുവരികയെന്നാ പറയണത്. കുട്ടിക്ക് ഇപ്പൊ 1.5 വയസ്സായി. അതിന്റെ മുന്നേ വന്നിട്ടില്ല. ഈ പ്രസവത്തോടു കൂടിയാണ് ആദ്യമായിട്ട് വന്നത്. ഇപ്പം ആദ്യം അല്ല, പ്രസവത്തോടി വന്നെങ്കിലും പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ കുഞ്ഞിന് വന്നു എന്നല്ലേ ഉദ്ദേശിച്ചത്? അതെ, മോക്ക് പ്രസവിച്ച എന്റെ മോക്കാണ് വന്നത്, കുട്ടിക്കല്ല. അതെ. അപ്പൊ ബോൾക്കിപ്പം 1.5 വയസ്സ് പ്രായമായി എന്നാണ് പറഞ്ഞത് അല്ലേ? നോക്കൂ, ഇത് സാധാരണ രീതിയിൽ ഒരു 1.5 വയസ്സ് വരെയൊക്കെ മരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്ത് നിർത്താവുന്നതാണെന്നുണ്ടെങ്കിൽ ഇനി വരാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്താണെന്ന് എനിക്ക് അത്ര വ്യക്തമല്ല എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത്. പക്ഷേ ഡോക്ടർ മരുന്ന് കുറച്ചുകൊണ്ട് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കൊരു എന്താ പറയുക, നല്ലൊരു ഗുണം അതുകൊണ്ട് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മരുന്ന് കുറച്ചുകൊണ്ട് നിർത്താൻ പറ്റുമായിരിക്കും. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് അറിഞ്ഞാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് മരുന്ന് നിർത്താൻ പറ്റുള്ളൂ, ഇനി എന്ത് വരുമോ എന്നൊക്കെ ഉള്ളത് പറയാൻ പറ്റുള്ളൂ. ഇപ്പം കുട്ടിക്കാലത്ത് ജനിച്ച ഉടനെ അസുഖം വരുന്നതിൻ്റെ 1-2 പ്രധാന കാരണങ്ങൾ, ഒന്ന് തലച്ചോറിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്ന് പറയും, അതായത് ഒരു അണുക്കൾ കയറിയിട്ടുണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. രണ്ടാമതുള്ളത് ഈ ജനിച്ച ഉടനെ കുട്ടി കരയണം എന്ന് പറയുന്നത് ഈ ഓക്സിജൻ ഉടനെ തന്നെ തലച്ചോറിലേക്ക് ചെല്ലേണ്ട ഒരു കാര്യമാണ്. കരയണം. അതുപോലെ ഷുഗറിൻ്റെ ലെവൽ, അതുപോലെ ലവണങ്ങൾ, സോഡിയം, പൊട്ടാസ്യം ഇതിൻ്റെയൊക്കെ അളവുകൾ, കാൽഷ്യം ഇതിൻ്റെയൊക്കെ അളവുകൾ നല്ലതായിരിക്കണം. അപ്പോൾ ഇതൊക്കെ എന്ത് കാരണമാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ഉത്തരം പൂർണ്ണമായിട്ട് നൽകാൻ പറ്റുള്ളൂ. പക്ഷെ കേട്ടതിൽ നിന്നും ഇപ്പോൾ അത് കഴിഞ്ഞ പിന്നെ അസുഖം വന്നിട്ടില്ല, മരുന്നുകൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ട് മാറും, ഇനി വരില്ല എന്ന് തന്നെ വിചാരിക്കാം. ശരി ഡോക്ടർ, നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഡോക്ടർ ക്യൂലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, മരുന്ന് കഴിക്കുന്നതിനെ കുറിച്ച്, അതായത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച്, ചില ആളുകൾ ആദ്യമായി അപസ്മാരം വരുന്നവർ പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ നിർത്തുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ, അത് എത്ര കാലം കഴിക്കേണ്ടി വരും? കൂടുതലായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരു കാലയളവ് അതെങ്ങനെയാണ്? ഇത് നിർത്തുന്നത് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഒരു അസുഖത്തിൻ്റെ നമ്മൾ മരുന്ന് തുടങ്ങുമ്പോൾ അത് അസുഖത്തിൻ്റെ ഒരു
അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ എത്ര നാൾ അത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഡയബറ്റീസ് അല്ലെങ്കിൽ ഷുഗറുള്ള വ്യക്തിക്ക് നമ്മൾ മരുന്ന് തുടങ്ങിയാൽ അത് നമുക്ക് അതിൻ്റെ തോതിൻ്റെ അളവിൽ വ്യത്യാസം വരാം എന്നുള്ളതല്ലാതെ അത് ജീവിതകാലം മുഴുവനുള്ള ഒരു ചികിത്സയാണ്. അതിൽ അപസ്മാരം എല്ലാത്തരം അപസ്മാരങ്ങളും അങ്ങനെയല്ല. ജീവിതം എത്രത്തോളം നാളുണ്ട് എന്നുള്ളതനുസരിച്ചല്ല അതിൻ്റെ ചികിത്സ. ഒരു നല്ല ശതമാനം ആൾക്കാർക്കും ഒരു മരുന്നോ അല്ലെങ്കിൽ 2 മരുന്നോ വെച്ചത് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ ഈ പറഞ്ഞ പോലെ 2-3 വർഷം കഴിച്ച ശേഷം വളരെ പതിയെ അത് കുറച്ച് കൊണ്ടുവന്ന് നിർത്താവുന്നതാണ്. ഇത് ഒരു മൊത്തത്തിൽ പറഞ്ഞാലുള്ളൊരവസ്ഥയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില പ്രത്യേകതരം അപസ്മാരങ്ങളിൽ കുറച്ചധികം നാളത് കഴിക്കേണ്ടതായിട്ട് വരും. ഒരു ഉദാഹരണം ഇപ്പം ഇന്ന് ലോക വനിതാ ദിനമൊക്കെ ആയതുകൊണ്ട് മുമ്പേയും പറഞ്ഞിരുന്നു, പ്രസവ സമയത്ത് അല്ലെങ്കിൽ പ്രസവത്തിനോടനുബന്ധിച്ചുള്ള സമയത്ത് ഈ സ്ത്രീയുടെ ശരീരത്തിലെ ഈ ബ്ലഡ് പ്രഷർ കൂടുന്നതുകൊണ്ട് ആ സമയത്ത് മാത്രം വരുന്ന ഒരു തരം അപസ്മാരമുണ്ട്. എക്ലാംസി അല്ലെങ്കിൽ എക്ലാംപ്റ്റിക് ഫിറ്റ്സ് എന്നൊക്കെ പറയും. അതിന് ആ ഒരു പീരീഡിൽ, അതായത് ആ ഒരു ആ ക്രൈസിസ് തരണം ചെയ്യുന്നവരെ, ആ ഒരു അവസ്ഥ തരണം ചെയ്യുന്നവരെ മാത്രം മതിയാവും. 1-2 മാസം കഴിച്ചിട്ട് നമുക്ക് നിർത്താൻ പറ്റുമായിരിക്കും. അതുപോലെ വേറൊരു ഉദാഹരണം, ഇപ്പോൾ ഷുഗർ കുറഞ്ഞു, അത് കഴിഞ്ഞിട്ട് അടിക്കടി അപസ്മാരം വരാം. ഷുഗർ കുറഞ്ഞാലും തലച്ചോറിനെയാണത് ഫൈനലി ബാധിക്കുന്നത്. അപ്പോൾ അത് ഷുഗർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് മരുന്ന് നിർത്താൻ പറ്റിയേക്കും. പക്ഷെ എല്ലാത്തരം അപസ്മാരങ്ങളിലും ഇത് ഒരേപോലെയല്ല. ഒരു ചെറിയ ട്യൂമറുകൾ വരാം തലച്ചോറിൽ. അപ്പോൾ അതെടുത്ത് കളഞ്ഞാൽ പോലും ഒരു മരുന്ന് ചിലപ്പോൾ നമുക്ക് കുറേ അധികം വർഷങ്ങൾ കഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു എല്ലാവർക്കും കൂടെ ഒരു തത്വം നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്നാലും അതൊരു സ്ഥിരമായിട്ട് കഴിക്കണം എന്ന് മിക്കവാറും കേസുകളിൽ പറയാൻ പറ്റില്ല. ഡോക്ടർ, മറ്റൊരു കാര്യം, ഇപ്പം ഇത്തരത്തിലുള്ള പ്രശ്നമുള്ളവർ, അതായത് നിരന്തരം അപസ്മാരം വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് പലപ്പോഴും ഇപ്പോൾ ജോലിയിൽ നിന്നോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസിൽ നിന്നോ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് പല സ്ത്രീകൾക്കും. ആ സാഹചര്യം ഒഴിവാക്കാൻ ശീലിക്കേണ്ട കാര്യങ്ങൾ ഇല്ലെങ്കിൽ നിത്യജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കൂടുതലായിട്ടും അവരെങ്ങനെയാണ് ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത്? ഏത് പ്രായാവസ്ഥയിൽ തുടങ്ങിയാലും, ഇപ്പോൾ ഒരു സ്ത്രീയുടെ സ്കൂളിൽ പോകുന്ന സമയത്ത് തുടങ്ങുന്നു എന്നിരിക്കട്ടെ, വീണ്ടും ഞാൻ അടിവരയിട്ട് പറയുന്ന കാര്യം, ഇതിനകത്ത് മിക്കവാറും കേസുകളിലെല്ലാം നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടത് ഇതിലെ പ്രാഗൽഭ്യമുള്ള ഏതെങ്കിലും ഒരു ന്യൂറോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡയഗ്നോസിസ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ അവിടെ തീരുകയാണ്. പിന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് സ്കൂളിൽ പോവാം, സാധാരണ കുട്ടികൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്യാം. പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ കോഴ്സ്, അതായത് ഇപ്പോൾ ഏതോ ആയിക്കോട്ടെ, എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ലോ പഠിക്കാനോ അല്ലെങ്കിൽ മെഡിസിന് പോവോ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതിനകത്തൊരു പ്രത്യേകിച്ച് ആ പറയുന്ന ഒരു വ്യക്തിയെയും മറ്റുള്ള ചുറ്റിനുമുള്ള കുട്ടികളെയും തമ്മിൽ നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതനുസരിച്ച് മരുന്നുകൾ കഴിക്കുകയും അസുഖം കൺട്രോളിൽ വെച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കാര്യമാണ്. ചോദിച്ചതുപോലെ അസുഖം കൺട്രോളിലല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കാണ്. അതായത് നമ്മളിപ്പം വിവാഹമാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ജോലിയുടെ കാര്യങ്ങളാണെങ്കിലും ആദ്യം ചെയ്യേണ്ടത് അപസ്മാരം കൺട്രോളിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി പല വ്യക്തികളും നമുക്ക് അറിയാം, സ്ത്രീകൾ ഇതുണ്ടായിട്ട് പോലും അവരവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾക്കാർ ധാരാളമുണ്ട്. ഇന്നിപ്പം ഞങ്ങളൊരു ഡിസ്കഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു, അഗത ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു അവസർപ്പക നോവലിസ്റ്റ്. അവർക്ക് അപസ്മാരം ഉണ്ടായിരുന്നു, പക്ഷെ അവർ അറിയപ്പെടുന്ന ഒരു അപസ്മാര രോഗിയായിട്ടല്ല. അതുപോലെ ഈ ഫ്രഞ്ച് റെവല്യൂഷൻ കൊണ്ടു നടന്ന ഒരു വനിതയുണ്ട്, ജോൺ ഓഫ് ആർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് ഉള്ളത് അപസ്മാരമുണ്ടായിട്ട് നമ്മൾ അവരെ അറിയപ്പെടുന്ന ആ ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ലല്ലോ. അപ്പം അതുകൊണ്ട് അവരെ ഒന്നിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. പക്ഷേ അപസ്മാരം ചികിത്സിച്ച് മാറ്റിയതിന് ശേഷം മാത്രം. അതുപോലെ തന്നെ ലോകത്തിപ്പോൾ മറ്റേത് അസുഖങ്ങളെക്കാൾ കൂടുതലായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടൊരു അസുഖവും അപസ്മാരമാണെന്ന് തോന്നുന്നു. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം നേരത്തെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേനും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അതിന് മറ്റ് വഴികൾ, ഇത് മാറാനൊക്കെയുള്ള വഴികളായിട്ട് മറ്റ് പലതും ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പം ശരിയായ രോഗനിർണയം, ശരിയായ ട്രീറ്റ്മെന്റ് എന്നതിനപ്പുറത്തേക്ക് മറ്റ് രീതികൾ പിന്തുടരുന്നവരോട് ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്?
ഒന്നാമത്തെ കാര്യം, ഇത് ആദ്യം കണ്ടാൽ ഇപ്പോൾ നേരത്തെ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇപ്പോൾ പെട്ടെന്ന് താഴെ വീഴുന്നു, അലറുന്നു, ബഹളം വയ്ക്കുന്നു, അങ്ങനെ ഒരു ഗ്രൂപ്പ്. പിന്നെ ചിലരിങ്ങനെ നമ്മളെ നോക്കി തുറച്ചു നോക്കുന്നു, ചിരിക്കുന്നു. നമ്മൾ എണീറ്റ് ഇപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പ്ലേറ്റിലിട്ട് കൈകൊണ്ട് ഇങ്ങനെ കുഴയ്ക്കുന്നു. ഇതൊക്കെ കാണുന്ന ഒരു സാധാരണ വ്യക്തിക്ക് ഇപ്പോൾ സ്കൂളിലൊന്നും നമുക്ക് ഇതിനെപ്പറ്റി യാതൊരു തരത്തിലുള്ള അവലോകനവും കിട്ടുന്ന ഒരു അവസ്ഥയില്ല ഇപ്പോൾ ഒരു സ്കൂളുകളിലും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത്, ഇവർക്ക് എന്താണ് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ആ ചിന്തയിൽ നിന്ന് ഉണ്ടാവുന്ന മറ്റുള്ള പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞ പോലെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോവുക. അതിലപ്പുറം പ്രാകൃതമായ പല ചികിത്സാ രീതികളും ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നിലവിലുണ്ട്, കേരളത്തിൽ തന്നെയല്ല, കേരളത്തിൽ കുറവാണ്, എന്നാലും ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെയാണ് മറ്റേ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ എന്തെങ്കിലും ഒരു ദുസ്സഹമായൊരു മണം കിട്ടിക്കഴിഞ്ഞാൽ ഇത് നിന്നോളും എന്നുള്ളതാണ് ഒരു ഗ്രൂപ്പിൻ്റെ വിചാരം. ചിലർ ഓടി നടക്കും. ഇതിവിടെ അപസ്മാരം എന്തോ ആയിക്കോട്ടെ അവിടെ നടക്കുന്ന സമയത്ത് അവർക്കൊരു ഇരുമ്പ് സാധനം കിട്ടാനായിട്ടാണ് അവർ ഓടി നടക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഇവർ പിടിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെ വിചാരം ഇത് കൊടുത്തതുകൊണ്ടാണ് ഇത് കുറയുന്നത് എന്നുള്ളതാണ്. ഇത് കൊടുത്താലും ഇല്ലെങ്കിൽ 2 മിനിറ്റിനകം അല്ലെങ്കിൽ 3 മിനിറ്റാണ് മാക്സിമം നമ്മൾ പറയുന്നത്, എത്ര വലുതാണെങ്കിലും അത് നിന്നോളും. അതുകൊണ്ട് ഇതൊക്കെ പാടെ ഇപ്പം കുറവാണെങ്കിലും ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും പോകുന്നത് ശരിയല്ല. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനസിക രോഗങ്ങളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഡോക്ടർ, മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഗർഭിണികൾ ആർത്തവം, ഇതിനെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്, ഒന്ന് ചുരുക്കി പറയാം. ആർത്തവത്തിനെ ബാധിക്കാൻ കാര്യമൊന്നുമില്ല. അപസ്മാരമുള്ള ഒരു സാധാരണ പെൺകുട്ടിക്ക് ആർത്തവം സാധാരണ പോലെ തന്നെ നടക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ആർത്തവ സമയത്ത് മാത്രം കാണുന്ന ഒരു തരം അപസ്മാരമുണ്ട്, അതും അത്ര സാധാരണയല്ല. ആർത്തവത്തിന്റെ ദിവസങ്ങളിൽ മാത്രം കാണുന്ന കാറ്റാമിനിയൽ എപ്പിലെപ്സി എന്നൊക്കെ പറയും. അതും നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവർക്ക് സാധാരണ പോലെ ഒരു കുടുംബ ജീവിതം, വിവാഹം അല്ലെങ്കിൽ പ്രസവത്തിലേക്ക് പോകാമെന്നുള്ളത്. കൺട്രോൾഡായിട്ടുള്ള എപ്പിലെപ്സി ഉള്ള അപസ്മാരമുള്ള സ്ത്രീകൾക്ക് ഇത് രണ്ടും പറ്റുന്നതാണ്. അവർക്ക് വേണ്ട പരിപാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിന് മുമ്പ് തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവർക്ക് നല്ല ആരോഗ്യമുള്ള കുട്ടികളെ അംഗവൈകല്യങ്ങളൊന്നും കൂടാതെ തന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ പ്രസവിക്കാനുള്ള ശേഷിയുള്ളവരുമാണ്. അതുകൊണ്ട് അതൊരു വലിയൊരു സംഭവമായിരുന്നു 20-30 വർഷത്തിന് മുമ്പ്. ഇപ്പം പക്ഷെ നമ്മുടെ സംവിധാനങ്ങളൊക്കെ മാറിയത് കൊണ്ട് ഒരു സാധാരണ ഒരു വനിതയ്ക്ക് വരുന്ന പ്രശ്നങ്ങൾ മാത്രമേ നമുക്കിവിടെ കാണാറുള്ളൂ. ശരി ഡോക്ടർ, ഞാൻ ഇടപെടുകയാണ്, സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. വളരെ നന്ദി ഡോക്ടർ, ഇത്രയും സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഡോക്ടർ ക്യൂ പൂർണ്ണമാവുന്നു. നമസ്കാരം.